അടുത്ത വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. സിസ്റ്റം തകരാറിൽ തന്നെയാണ്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. രോഗികളെ നിലത്ത് കിടത്തി ചികിത്സിപ്പിക്കില്ല എന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പ്രഖ്യാപിച്ചിട്ട് 1 മാസം കഴിഞ്ഞിട്ടും നിലത്ത് കിടത്തി തന്നെ ചികിത്സ തുടരുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ജില്ലയിൽ പനിബാധിതർ കൂടിയിട്ടും മെഡിക്കൽ കോളേജിൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല. പനിബാധിതരെ അടക്കമാണ് നിലത്ത് കിടത്തി ചികിത്സിക്കുന്നത്. ഒരു കിടക്കയിൽ 2 പേരെ വരെ കിടത്തി ചികിത്സിക്കുന്നുണ്ട് എന്നുള്ളതും കാണേണ്ടതാണ്. വരാന്തയിലും സ്ട്രക്ചറിലും രോഗികളെ കിടത്തിയിട്ടുണ്ട്. മാനസിക വെല്ലുവിളി നേരിടുന്നവരെ അടക്കമാണ് ഇത്തരത്തിൽ ചികിത്സിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. അതിലേക്ക് അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, എത്ര കഷ്ടമാണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവി ഡോക്ടറായിരുന്ന ഹാരിസ് ചിറക്കൽ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ നമ്മുടെ മുമ്പിലുണ്ട്. 50-60 വർഷങ്ങൾക്ക് മുമ്പുള്ള അതേ രീതി തന്നെ ഇപ്പോഴും മെഡിക്കൽ കോളേജുകൾ പിന്തുടരുന്നു. രോഗികളെ നിലത്ത് കിടത്തിയാണ് ചികിത്സിക്കുന്നത്. ആ ഒരു വെളിപ്പെടുത്തൽ വലിയ വിവാദമായി. അന്നത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് സിസ്റ്റം തന്നെ പരാജയപ്പെട്ടു, സിസ്റ്റത്തിന്റെ വീഴ്ചയാണ് എന്ന് തുറന്നു പറയുകയും ചെയ്തു. പിന്നീട് കെ മുരളീധരൻ ഇപ്പോൾ പുതിയ UDF സർക്കാരിൽ ആരോഗ്യമന്ത്രിയായി ചുമതലയേറ്റിട്ട് 1 മാസം. അദ്ദേഹം ചോദിച്ചു വാങ്ങിയ ഒരു വകുപ്പാണ്. അദ്ദേഹത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. നമുക്കും അതിൽ വിശ്വാസമുണ്ടായിരുന്നു. ആദ്യ വാഗ്ദാനം തന്നെയായിരുന്നു ഇനി കിടത്തി ചികിത്സ, നിലത്ത് കിടത്തിയുള്ള ചികിത്സ ഉണ്ടാവില്ല, അർഹമായ പരിഗണന രോഗികൾക്ക് നൽകുമെന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് 1 മാസം പിന്നിട്ടിട്ടും പറഞ്ഞ വാക്ക് പാലിക്കാൻ പുതിയ സർക്കാരിനും പുതിയ ആരോഗ്യമന്ത്രിക്കും കഴിയാത്തതായിരുന്നു? ഷികാസ്, ഏറെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് അത് കാലങ്ങളായിട്ടുണ്ട്. ഇവിടെ പനി അത് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം നിലവിലുള്ളപ്പോഴാണ് ഇപ്പോഴും രോഗികളെ നിലത്ത് കിടത്തുന്നുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഒരു ബെഡിൽ 2 രോഗികൾ ഒരു കിടക്ക പങ്കുവെക്കുന്നത് അത് കാലങ്ങളായിട്ടുള്ള പ്രതിഭാസമായി എങ്ങനെ തുടരുകയാണ്. അതിനൊരു മാറ്റം, അതിനൊരു അറുതി വരുത്തുമെന്നുള്ളതാണ് ചുമതല ഏറ്റെടുത്തതിനു ശേഷം കെ മുരളീധരൻ പങ്കുവച്ചത്. കാരണം സർക്കാർ ആശുപത്രികളിലെ രോഗികളെ കിടത്തി ചികിത്സിക്കില്ല, അതിനൊരു പരിഹാരം കാണും, പകരം സംവിധാനം ഒരുക്കുമെന്ന് മാധ്യമങ്ങളെ വിളിച്ചു ചേർത്തുകൊണ്ടാണ് അദ്ദേഹം പങ്കുവച്ചത്. മറ്റൊന്ന്, തിരുവനന്തപുരത്ത് പുതിയൊരു മെഡിക്കൽ കോളേജിനെ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ നിലവിലുള്ള മെഡിക്കൽ കോളേജിനെ പോലും നന്നായി നോക്കാൻ, ആ സിസ്റ്റത്തിന്റെ തകർച്ച, അവിടെ എന്താണ് തകരാറ് സംഭവിച്ചതെന്ന് കണ്ടെത്തി പരിഹരിക്കാൻ 1 മാസം കൊണ്ട് പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൽ ഏറെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഷിഗല്ല അടക്കമുള്ള ഈ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. അവിടെ തിരുവനന്തപുരം ജില്ല ഒട്ടും മോശമല്ല. കാരണം ജില്ലയിൽ തന്നെ ദിനംപ്രതി 1000-ന് മുകളിൽ കേസുകളാണ്, പനിക്കേസുകൾ മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ കണ്ട ദൃശ്യങ്ങൾ, അത് സ്ത്രീകളുടെ വാർഡുകളടക്കം 5 വാർഡുകൾ രോഗികൾ തിങ്ങി നിറഞ്ഞു കിടക്കുകയാണ്. പല കിടക്കുകളുടെയും കിടക്കയുടെ അടിയിൽ സഹിതം രോഗികൾ കിടക്കേണ്ടുന്ന അവസ്ഥ. പലരും IV ഇട്ട് തറയിൽ കിടക്കുകയാണ്. തണുത്തു മരവിച്ച ഈ തറയിലാണ് പായോ അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റോ വിരിച്ച്, ചിലർക്ക് അതുപോലും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഇടങ്ങളിലാണ് ഈ പനി ബാധിച്ചെത്തിയവരുണ്ട്. ഇതിനിടയിലാണ് മാനസിക വൈകല്യമുള്ളവർ പോലും ഇതിനകത്ത് ചികിത്സ ഇപ്പോൾ തേടിയിരിക്കുകയാണ്. ഇതിന് ഒരു സ്വാഭാവികമായിട്ടും കിടക്ക മാത്രമല്ല ഷികാസ് ഇവിടുത്തെ പ്രതിസന്ധി. മറ്റൊന്ന്, ഡോക്ടർമാർ പോലും കൃത്യമായിട്ടില്ല എന്നുള്ളതാണ്. ഡോക്ടർമാരുടെ ക്ഷാമം ഇത് വലിയ രീതിയിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ നമ്മൾ കണ്ടത് ആകെ 2 ഡോക്ടർമാരാണ് ഒരു വലിയ വാർഡിൽ. അതും 10, 60, 70 രോഗികളെയാണ് ഒറ്റ സമയം നോക്കേണ്ടി വരുന്നത്. വലിയ സമ്മർദ്ദം ഡോക്ടർമാർ നേരിടുന്നുണ്ട്. ഡോക്ടർമാരുടെ തസ്തിക വർദ്ധിപ്പിച്ച് ഡോക്ടർമാരെ നിയമിക്കേണ്ടുന്ന സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം സംസ്ഥാനത്ത് ഇത്ര വലിയ ഒരു പകർച്ചവ്യാധികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഏകോപനവും ഇല്ലാതെ ഈ സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ കാണിച്ചിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ. കാരണം ഇത് കാലങ്ങളായിട്ടുള്ള പ്രശ്നം, അത് നിരന്തരമായിട്ട് കഴിഞ്ഞ പ്രതിപക്ഷ നിരയിലിരിക്കുമ്പോൾ തന്നെ ഈ ആരോഗ്യ വകുപ്പ് വെന്റിലേറ്ററിലാണെന്ന് നിരന്തരം വിമർശനം ഉന്നയിച്ച ഒരു നേതാവ് കൂടിയാണ് കെ മുരളീധരൻ. അദ്ദേഹം ഇപ്പോൾ ആരോഗ്യ വകുപ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജാണ്. അവിടുത്തെ ദുരവസ്ഥയാണ് ഈ കാണുന്നത്. കിടക്കാൻ ഒരു കട്ടിലില്ല, ബെഡില്ല, എന്തിന് ഡോക്ടറില്ല, ജീവനക്കാരില്ല,
അടിസ്ഥാന സൗകര്യങ്ങളില്ല, ഉപകരണങ്ങൾ പോലുമില്ല. നാളുകളായി തുടരുന്ന രീതി അതുപോലെ തന്നെ തുടരുകയാണ്. എന്താണെങ്കിലും സിസ്റ്റത്തിന്റെ പോരായ്മ എന്ന് പറയാൻ ഒരു മന്ത്രിയുടെ ആവശ്യം നമുക്കില്ലല്ലോ. മന്ത്രിയായിട്ടിരുന്നാൽ ഉത്തരവാദിത്വം നിർവഹിക്കാൻ എനിക്കറിയാം, പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കുമെന്ന് നമ്മുടെ പുതിയ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞ ആ വാക്കുകളിൽ ഇപ്പോഴും കേരളത്തിന് വിശ്വാസമുണ്ട്. ഒരു മാസം മാത്രമേ ആയിട്ടുള്ളൂ, അംഗീകരിക്കുന്നു. എങ്കിൽ പോലും താങ്കൾ പറഞ്ഞ രീതിയിലുള്ള പോസിറ്റീവായ മാറ്റങ്ങൾ എത്രയും വേഗം വരുമെന്ന് തന്നെ ഞങ്ങൾ കരുതുകയാണ്. പുതിയൊരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നിലവിലുള്ള മെഡിക്കൽ കോളേജുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കൃത്യമായി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആദ്യം പുതിയ ആരോഗ്യമന്ത്രി ചെയ്യേണ്ടത്.